ശരിയേ യെസ്. റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ അപകടങ്ങൾ. ഇനിയിപ്പോ വിമാനത്തിൽ പോവാന്ന് വെച്ചാലോ, അതൊട്ടും പറ്റാത്തൊരവസ്ഥ. പക്ഷി ഇടിച്ചൊക്കെ ഒരു വിമാനം പോവാന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ നടക്കുന്നത്? ആക്ച്വലി നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ശരിയാണ് താങ്കൾ ചോദിച്ചതിൽ ഇത്ര നമ്മൾ ആദ്യം നമുക്കൊരു ഒരു തമാശയായിട്ട് തോന്നുമെങ്കിലും അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം റോഡിൽ മുഴുവൻ അപകട മരണങ്ങൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെ ഫ്ലൈറ്റ് സേഫ് ആണെന്ന്. ഫ്ലൈറ്റ് സേഫേ അല്ലെന്നാണ്. ഇപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ തന്നെ ഏതാണ്ട് 6ഓളം വിമാന അപകടങ്ങളാണ് ദുരന്തപൂരിതമായി തീർന്നത്. എന്നിട്ട് അതിനകത്തുള്ള ആൾക്കാരൊക്കെ മരിച്ചു. വിമാന അപകടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനം ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആരും രക്ഷപ്പെടത്തില്ല, പൊട്ടി കിട്ടത്തില്ല. കാരണം അത് കത്തിയാൽ അതിന്റെ ഫ്യൂവൽ അങ്ങനത്തെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കത്തി ചാമ്പലായി പോകും. ഇപ്പോൾ ഈ 171 പേരുമായിട്ട് പോയ നോർത്ത് കൊറിയൻ ഫ്ലൈറ്റ് ജെജു എയർലൈൻസ്, അത് അവിടെ വേറൊന്നും സംഭവിച്ചില്ല. ലാൻഡിങ് സമയത്ത് ഒരു പക്ഷി വന്ന് അതിന്റെ എഞ്ചിൻ ഭാഗത്ത് ഇടിക്കുകയും അപ്പം ആ ഒരു CCTV എന്തോ ഒരു ക്യാമറയിൽ ഇപ്പം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പ്രചരിക്കുന്നത് അതിന്റെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വീഡിയോ അല്ല, അതാണ് സംഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത് വിദഗ്ധർ. അതാണ് തുടക്കത്തിൽ ഒരു പ്രാഥമിക നിഗമനം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അത് അങ്ങ് വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഈ പറഞ്ഞ പക്ഷി വന്ന് ലാൻഡിങ് സമയത്താണ് സംഭവിക്കുന്നത്. കാരണം ഈ 10,000 വഴി താഴ്ചയിലേക്ക് വരുന്ന സമയത്താണ് ഇങ്ങനെ വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കുക. അത് എഞ്ചിൻ ഭാഗത്തുനിന്ന് ഇടിക്കുകയും അവിടെ പെട്ടെന്ന് തീ പടരുകയും ഇവർ എമർജൻസി ലാൻഡിങ്ങിനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഈ ലാൻഡിങ് ഗിയർ സ്റ്റക്കായിപ്പോയി. ലാൻഡിംഗ് ഗിയർ സ്റ്റക്കാണ്. ഈയുടെ ആഘാതത്തിലാവാം, മേ ബി അവർക്ക് അറിയില്ല അതെന്താണ് സംഭവിച്ചതെന്ന്. അങ്ങനെയാണ് വിദഗ്ധർ പറയുന്നത്. അത് ലാൻഡിംഗ് ഗിയർ ഓപ്പൺ ആകാത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടയർ ഓപ്പൺ ആകത്തില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ, വിമാനം പറന്നു പൊങ്ങുമ്പോൾ ടയറുകൾ അകത്തേക്ക് പോകും. വിമാനം താഴാറാകുമ്പോഴാണ് ഈ സംഭവം പുറത്തേക്ക് വരുന്നത്. അത് പുറത്തോട്ട് വന്നില്ല. പുറത്തോട്ട് വരാത്തതിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബെല്ലി ലാൻഡിംഗ് എന്ന് പറയും. ബെല്ലി ലാൻഡിംഗ് നമ്മുടെ വയറുഭാഗം, വിമാനത്തിന്റെ വയറുഭാഗം ഉണ്ടല്ലോ, അത് നിരക്കി റൺവേയിലൂടെ നീക്കുക എന്നുള്ളതാണ്. അപ്പോഴും അവിടെ ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നിരക്കി നീങ്ങുന്ന സമയത്ത് നമ്മൾ കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കില്ല, എയർ കൺട്രോൾ ട്രാഫിക്കിൽ വിവരം അറിയിക്കുകയും അവർ അതിനുള്ള ഫോംസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. അതാണോ ഇതിന്റെ ഒരു മതിലിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പിൽ മതിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മതിലുണ്ട്. അവർ ആ മതിലിൽ ചെന്ന് ഇടിച്ച് തകർന്ന് കത്തി അമർന്ന് പോവുക ചെയ്തത്. കാരണം ബെല്ലി ലാൻഡിങ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഫോംസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് ഒരഞ്ഞൊരഞ്ഞ് അവിടെ നിന്ന് നിൽക്കും. അതായത് മാക്സിമം ആൾക്കാരെ രക്ഷിക്കുക. വിമാനത്തിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ 100% എല്ലാവരും മരിക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതിന് രക്ഷയില്ല. കാരണം തകർന്ന വിമാനത്തിൽ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ ആൽപ്സ് പർവ്വത മടക്കുകളിലും ഹിമാലയൻ പർവ്വത മടക്കുകളിലും ഒക്കെ വിമാനങ്ങൾ തകർന്നു. പക്ഷേ ആരെയും രക്ഷിക്കില്ല. നമ്മളൊരു സിനിമ തന്നെ ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് വിമാനം തകർന്നു വീണ്, എത്രയോ 100 വർഷമായി, 80 വർഷത്തിന് ശേഷം ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഒരു വിമാനം. അവര് അങ്ങനെ കിടക്കും ആ മഞ്ഞുമലകളിൽ പുതച്ച്. പിന്നെ അതിൽ തന്നെ ആ ഒരു സീരീസ് ഒക്കെ ഇറങ്ങിയായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ. ഈ വിമാനം തകർന്നു വീണിട്ട് പരസ്പരം വിശപ്പ് മാറ്റാനായിട്ട് ആ ആൾക്കാരുടെ തന്നെ ശരീരം ഭക്ഷിച്ച ഒരു കണ്ടീഷൻ. അതൊക്കെ വിമാനാപകടത്തിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. മറ്റേ ഞാനീ പറയട്ടെ, ഇപ്പം നമ്മൾ കപ്പൽ തകർന്ന്, ഇപ്പോൾ ടൈറ്റാനിക് തകർന്നു ആൾക്കാർ മുഴുവൻ മീൻ കൊത്തി തിന്നുകയോ അഴുകി പോവുകയോ ചെയ്യും. പക്ഷെ നമ്മൾ മഞ്ഞിൽ വീഴുവാണെങ്കിൽ എന്ത് ചെയ്യും? അതേപോലെ തന്നെ കിടക്കും വർഷങ്ങളോളം. അതെ, വിമാനം പറക്കുന്ന വിമാനത്തിന്റെ എയർ റൂട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ ദുർഘടങ്ങളായ പാതകളായിരിക്കും. വനത്തിന്റെ മുകളിലൂടെ പോകാം, ആൽപ്സ് മൗണ്ടൻസിന്റെ മുകളിലൂടെ പോകാം, എവിടെ വേണമെങ്കിലും പോകാം, എവിടെ വേണമെങ്കിലും തകർന്ന് വീഴാം, കടലിൽ തകർന്ന് വീഴാം. അപ്പൊ ഈ അപകടം എന്ന് പറഞ്ഞാൽ 171 പേര്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നോർത്ത് കൊറിയയിലെ ഏറ്റവും വലിയ അപകടം, രണ്ടാമത്തെ അപകടമാണ് ഈ പറയുന്നത്. 228 എയർലൈൻസുമായിട്ട് പോയിട്ടുള്ള അപകടങ്ങൾ മുമ്പ് അത് 228 പേര് മരിക്കുകയും ചെയ്തു. അപ്പോൾ ചോദ്യം ചോദിക്കുന്ന ഇതാണ്, ഒരു പക്ഷി ഇടിച്ചാൽ തീരാവുന്നതേ ഉള്ളോ വിമാനം? അങ്ങനെയും സംഭവിക്കാം. കാരണം എല്ലായ്പ്പോഴും പക്ഷി ഇടിച്ച്, അത് അവർ പറയുന്നത്, വിദഗ്ധർ പറയുന്നത്, ഈ വിമാനത്തിന്റെ ബലവും വിമാനം താഴുന്നതിന്റെ ആ ഒരു ഘർഷണവും അതോടൊപ്പം തന്നെ ഇടിക്കുന്ന പക്ഷികളുടെ പറക്കുന്ന വന്നിട്ട് ആ ഒരു പവർ, ഇതൊക്കെ ഡിപ്പെൻസ് ആണ്. നമുക്കൊരു വിമാനം പക്ഷി ഇടിച്ച് തകർന്നു വീണ നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ അതിന്റെ ചിറകിന് എന്തെങ്കിലും സംഭവിക്കാം, ചിറകിൽ എന്തെങ്കിലും കേടുപാടുകൾ. ഇത് പക്ഷേ എഞ്ചിനിൽ വന്ന് തകടിച്ച് എഞ്ചിൻ ഓഫ് ആയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ വന്ന് ഇടിച്ച് കഴിയുമ്പോൾ ചിറകിനൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ പറ്റും, ചെറിയ ചെറിയ കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യൂവൽ കുറയ്ക്കണമെന്നാണല്ലോ പറയുന്നത്. വിമാനം അതിനാണ് ഈ വട്ടവിട്ട് പറഞ്ഞ് ഇന്ധനം കത്തിച്ച് കളഞ്ഞതിന് ശേഷം ലാൻഡ് ചെയ്യാം. ഏറ്റവും അടുത്തുള്ള ഒരു വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ ഈ പറന്ന് കടന്ന് മാക്സിമം ഇന്ധനം തീർക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ അത് ഇറക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ ആരുടെ കുഴപ്പമാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ഇപ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള അഭിപ്രായം കിട്ടിയിട്ടില്ല. എന്തായാലും 171 പേരിൽ 2 പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. അവർക്ക് വലിയ പരിക്കുകളിൽ നിന്നാണ് അറിയാൻ സാധിച്ചത്. ബാക്കി ഇത്രയും ആൾക്കാരും അവിടെ മരണപ്പെട്ടു. അതിന് തൊട്ടു മുമ്പ് അസർബൈജാനിൽ അതെനിക്ക് തോന്നുന്നത് കുറെ രംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നുണ്ടായിരുന്നു. വിമാനത്തിനുള്ളിലുള്ള ആളുകൾ തന്നെ ചിത്രീകരിച്ച രംഗങ്ങൾ, പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ. എയർ ഹോസ്റ്റസ്, എന്തായാലും എയർ ഹോസ്റ്റസ്മാര് അത്രയും മനക്കെട്ടിയോടുകൂടി പറയണം നമ്മൾ രക്ഷപ്പെടും, നമ്മൾ ലാൻഡ് ചെയ്യും എന്ന് പറയാനല്ലേ അവർക്ക് പറ്റുള്ളൂ. അവരുടെ ജോലി അതാണല്ലോ. അസർബൈജാനിൽ തകർന്ന് വീണ ഫ്ലൈറ്റിൽ 37ഓളം പേര് മരണപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഒരു വ്യവസായിയുടെ UK എവിടെയാണെന്ന് തോന്നുന്നു, ഞാൻ കൃത്യമായ സ്ഥലം ഓർക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റിൽ വിനോദസഞ്ചാര യാത്ര കഴിഞ്ഞിട്ട് വന്ന അദ്ദേഹത്തിന്റെ സ്വകാര്യ ജെറ്റ് ഒരു ബേക്കറി അല്ല, അവിടെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ ഇടിച്ച്
അവിടെ ചിമ്മിനിയുടെ ഒരു വീടിന്റെ ചിമ്മിനിയിൽ ആദ്യം ഇടിച്ച് തകർന്നിട്ട് പിന്നെ ഒരു കടയുടെ മുകളിലേക്ക് വന്ന് വീണ് കത്തിയമർന്ന് പോവുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ എയറിൽ, അതായത് ആകാശത്തിൽ ഒരുപാട് മരണങ്ങൾ ഇന്നിപ്പോൾ നടക്കുകയാണ്. ആകാശത്തിലും റോഡിലും എല്ലാം. അതെ, ആകാശത്തിലും റോഡിലും എല്ലാം. അപ്പോൾ ഈ നോർത്ത് കൊറിയയിൽ സംഭവിച്ച ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു അപാകത അതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ എയർ ട്രാഫിക് കാര്യം കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഈ പറയുന്ന പോലെ ഫോംസും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ആ ഒരു പാതയിൽ വെച്ചിരുന്നെങ്കിൽ, റൺവേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു അപകടങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു ചോദ്യം ഉയരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മതിലിന്റെ കാര്യം പറഞ്ഞല്ലോ, അതായത് വെള്ളി ലാൻഡിങ്ങിനിടയിൽ ആ ഒരു മതിൽ എന്തിനു അവിടെ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതായത് നോർമലി അത്തരത്തിലുള്ളൊരു മതിൽ, എനിക്ക് ഇതിനെപ്പറ്റി സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നോർമലി അത്തരത്തിലുള്ളൊരു മതില് അവിടെ പാടില്ലേ ശരിക്കും? അത് ശരിക്കും പറഞ്ഞാൽ എയർപോർട്ട് മാനേജ്മെന്റിന്റെ ഒരു തീരുമാനമാണ്. കാരണം ഇവർ പറയുന്നത് വിമാനം, അത് ശരിക്കും എന്തിനാണ് നിന്നും നമുക്ക് പറഞ്ഞുകൂടാ. മതിലുകൾ ചില വിമാനത്താവളങ്ങളിൽ കാണാറുണ്ടെന്ന് ഞാൻ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ചില വിമാനത്തിൽ ഈ മതിലുകൾ വെച്ചിട്ടുണ്ട് കണ്ടോ. അത് ആ ഒരു പൈലറ്റിന് അതിനുള്ള ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണോ എന്ന് അതിനുള്ള വ്യക്തമല്ല. പക്ഷെ അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. പൈലറ്റിന് അതിന്റെ എൻട്രി, അല്ലെങ്കിൽ ആ ഒരു ഫ്രോണ്ടിയർ കാണാൻ വേണ്ടിയിട്ട്, അതായത് കടന്നു പോകും. ചിലത് ഇറക്കമായിരിക്കാം, ചിലത് പാടമായിരിക്കാം, അങ്ങനെയൊക്കെ പ്രൊമൈസസുകളൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു മാംഗ്ലൂർ വിമാനത്താവളത്തിലുണ്ടായ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു വിമാനത്താവളത്തിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഉയർച്ചയിലേക്ക് കയറിയിട്ടാണ്. ലാൻഡ് ചെയ്യുന്ന വിമാനം തെന്നി മാറാനുള്ള എല്ലാ പ്രോബബ്ലി ഏറ്റവും വൺ ഓഫ് ദി ഡേഞ്ചറസ് എയർപോർട്ട് ലാൻഡിംഗ് പ്ലേസസ് ഒന്നാണ് ഈ പറയുന്ന മാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറയുന്നത്. കാരണം അതൊരു മലമുകളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മലമുകളിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ റൺവേ എന്ന് പറയുന്നത് ഇച്ചിരി തെന്നി അങ്ങോട്ട് ചതുപ്പാ. പിന്നെ ഓർക്കുന്നുണ്ടോ മലയാളികൾ, മറ്റേ നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അപകടമുണ്ടായി, ഒരുപാട് മലയാളികൾ മരിക്കുകയുണ്ടായി. അത് ഈ പറഞ്ഞ പോലെ മാംഗ്ലൂർ എയർപോർട്ടിൽ സംഭവിച്ചതാണ്. അങ്ങനെ തെന്നിമാറുന്ന റൺവേസ് ഒക്കെ അതൊക്കെ ഒരു എന്തിനാണ് അങ്ങനെയുള്ള വിമാനത്താവളം എന്ന് ചോദിച്ചാൽ അപ്പോൾ ചോദിക്കും മാംഗ്ലൂരുള്ളവർ എവിടെ ഇറങ്ങും. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരും ജീവൻ അപകടത്തിലായി ഇറങ്ങുന്നതിലും ഭേദമാണ് ഈ പറയുന്ന പോലെ സേഫസ്റ്റ് ആയിട്ടുള്ള ലാൻഡിങ് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് യാത്രകൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന മീഡിയംസ്, ഇത് പറയുന്ന റോഡ് മാർഗമാണെങ്കിലും അല്ലെങ്കിൽ വ്യോമയാന മാർഗമാണെങ്കിലും എല്ലാം ഇതൊക്കെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും സുരക്ഷ ഏർപ്പെടുത്തുക എന്നുള്ളൊരു ഓപ്ഷൻ അല്ലാതെ ഇതൊന്നും നമ്മുടെ ഈ ഇപ്പൊ നിലവിലുള്ള നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയല്ലേ. അതായത് ജോലിക്കായിട്ടും മറ്റും, അതായത് എല്ലാവരും എല്ലാ രാജ്യങ്ങളിലും, അതായത് ലോകം മുഴുവൻ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മീഡിയം ഓഫ് ട്രാവലിംഗ് ആണ് വിമാനം എന്ന് പറയുന്നത്, അല്ലേ? അതെ, അത് മാത്രമല്ല ഇപ്പോൾ ഈ പൗർണമി ചോദിച്ച പോലെ ഈ ഒരു പക്ഷി, ശരിയാണ്, നമുക്കും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളതാണ്. ഈ ഒരു പക്ഷി വന്നിടിച്ചാൽ തീരാവുന്നതുള്ള ആൾക്കാരുടെ ജീവൻ. കാരണം ലോങ് ഫ്ലൈറ്റ്സ് ഉണ്ട്, അമേരിക്കയിലേക്കും ന്യൂയോർക്കിലേക്കും അതോടൊപ്പം ലണ്ടനിലേക്കും കാനഡയിലേക്കും ഒക്കെ പറക്കുന്ന ഫ്ലൈറ്റുകൾ 20 hours കണ്ടിന്യൂസ് ട്രാവലിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള വിമാനത്തിൽ കയറുന്ന ആൾക്കാരുടെ ജീവൻ എന്ത് സുരക്ഷിത. ഡബിൾ ഡക്കർ ഫ്ലൈറ്റുകളുണ്ട്, അതായത് VIP, അതായത് മറ്റേ നമ്മുടെ ടോപ്പ് ഫസ്റ്റ് ക്ലാസ്സുകാർക്ക് മുകളിൽ അവർക്ക് മാത്രമുള്ള VIP ലോഞ്ചുകൾ, അങ്ങനെയുള്ള ഡബിൾ ഡക്കർ ഫ്ലൈറ്റ് ബോയിങ് ഫ്ലൈറ്റുകളുണ്ട്. താഴെ സാധാരണ എക്കണോമിക് ക്ലാസ്സുകൾ, മുകളിൽ പറഞ്ഞ ബാറും അതുപോലെ കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയും പൈസ, അത് മാത്രമല്ല ഇപ്പോൾ ഈ കാനഡയിലേക്ക് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2.5-3 ലക്ഷം 4 ലക്ഷം 6 ലക്ഷം ആണെന്ന് തോന്നുന്നു ടിക്കറ്റ് ഫ്ലൈറ്റ് വൺ സൈഡ് എന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ UK പോകുന്നതിനും ഏതാണ്ട് 2 ലക്ഷത്തിനടുത്ത മേളിൽ വൺ സൈഡ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്. ഇവൻ ദുബായിലേക്ക് പോകുന്നതിന് തന്നെ 35,000-40,000 ഫ്ലൈറ്റ് ഉണ്ട്, ചാർജ് ഉണ്ട്, എയർഫെയർ ആണ്. അപ്പോൾ ഇത്ര എയർഫെയർ മുടക്കിയ ആൾക്കാർ പോകുമ്പോൾ അവരുടെ ജീവൻ ഒരു സുരക്ഷിതത്വം ഇല്ലെന്ന് തീർച്ചയായിട്ടും വ്യോമയാന മന്ത്രാലയത്തോടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന വിമാന കമ്പനികൾ, ഈ പറയുന്ന 2005 ഈ ഇപ്പൊ പറഞ്ഞ ജെജു എയർലൈൻസ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ജെജു എയർലൈൻസ് 2005 നോർത്ത് കൊറിയയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഇവര് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരോട് വന്നൊരു മാപ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ പറയുന്ന ജീവൻ കിട്ടുമോ. 2005 ഇവർ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 2020 ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഫ്ലൈറ്റ് ആണ്, എയർലൈൻസ് ആണ്. അപ്പോൾ ആ എയർലൈൻസ് അത് മാത്രമല്ല, ഒരു വിമാനം ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് പറത്തുമല്ല, അതിന് പകരം ടെസ്റ്റ് റൺ എടുക്കാറുണ്ട്, പറത്തി നോക്കാറുണ്ട്. ഇത്ര മണിക്കൂർ പറത്തിയതിനു ശേഷമാണ് അത് കൊമേഴ്സ്യൽ ഫ്ലൈറ്റ് ആയിട്ട് അത് അതിനെ അവര് ഇറക്കുന്നത് അതിന് ശേഷമാണ്. ഇതെല്ലാം ചെയ്തിട്ടും എവിടെയാണ് ഈ പാകപ്പിഴകൾ സംഭവിക്കുന്നത്? ഇനിയും വ്യോമയാന മന്ത്രാലയം അല്ലെങ്കിൽ വ്യോമയാന മേഖലയിൽ കുറെ കൂടെ ഡെവലപ്മെന്റ് ആക്കേണ്ട കാര്യങ്ങൾ, സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ. കാരണം ഇത്രയും പൈസ മുടക്കി ഇത്രയും ലക്ഷൂറിയസ് ആയിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു ഒറ്റ സ്പാർക്കിൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അത്ഭുതം പോലെ തന്നെ പേടിപ്പെടുന്നത് തന്നെയാണ് വിമാനയാത്ര എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം ഒരു വാർത്താ മാധ്യമത്തിൽ ഒരാൾ പറഞ്ഞ പോലെ ശരിക്കും ഇത്രയും ഭാരമുള്ളൊരു സാധനം, ആ സാധനം ഈ നമ്മുടെ ഭൂഗുരുത്വാകർഷണം വിട്ടുകൊണ്ട്
ഫ്ലൈറ്റ് ഉയർന്നു പോകുന്നു പക്ഷിയെ പോലെ. മനുഷ്യൻ്റെ പറക്കാനുള്ള ആഗ്രഹങ്ങളുടെ ഒരു ഉത്തരമായിരുന്നു വിമാനം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ പറന്നുയരുമ്പോൾ അത് ചിറകരിഞ്ഞ് വീഴുക അല്ലെങ്കിൽ കത്തിയമർന്ന് വീഴുക എന്ന് പറയുന്നത് അത്ര ശോഭനമായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമല്ല. എത്രയോ ദുരന്തങ്ങൾ നമ്മുടെ സിനിമാ നടി സൗന്ദര്യ, നമ്മുടെ പിന്നെ എനിക്കൊന്ന് ഒരു ഗവർണർ ആരായിരുന്നു ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പേര്, അങ്ങനെ ഒരു ഗവർണർ, ഇദ്ദേഹമൊക്കെ വിമാന അപകടത്തിൽ മരിച്ചുപോയ ആൾക്കാരാണ്. ചോപ്പറിൽ മരിച്ചുപോയ ആൾക്കാർ, കത്തിയമർന്നു പോകും. യെസ്, ഇങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന പോലെ വിമാനാപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സൗന്ദര്യം എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. സൗന്ദര്യമൊക്കെ മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പ്രശസ്തരുള്ള ആൾക്കാർ പർവ്വത നിരകളിൽ തകർന്നു വീണ് മരിച്ച വാർത്തകൾ. അപ്പോൾ വിമാനത്തിൻ്റെ സേഫ്റ്റിയെ പറ്റി കുറേ കൂടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന് എഞ്ചിനീയേഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് പ്രതീക്ഷകളോടെ ഒരുപാട് സ്വപ്നങ്ങളോടെ ആൾക്കാർ വിമാനത്തിലേക്ക് കയറുന്നു, പൈസ മുടക്കുന്നു, അവരുടെ സമയം. ഇപ്പം ഡൽഹിയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരണമെങ്കിൽ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2.5 ദിവസം എടുക്കും ട്രെയിനിലാണെങ്കിൽ. മറിച്ച് ഫ്ലൈറ്റ് എടുക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളിലെത്താം. 4-5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ അത് പക്ഷേ ജീവനോടെ ഇതിനെ തിരിച്ചെത്തണ്ടേ? പകരം കത്തിയമർന്നും പൊട്ടിത്തെറിച്ചും തീരാനാണെങ്കിൽ പിന്നെ അവർ ഫ്ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഭാവിയിൽ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഭാവിയിൽ ആൾക്കാർ പേടിയോടെ നോക്കിക്കാണുന്ന ഒരു അത് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ പോലെ വ്യോമയാന മേഖലയിൽ അല്ലെങ്കിൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് അവർ റെയിൽ മാർഗ്ഗങ്ങളോ അല്ലെങ്കിൽ പിന്നെ ബൈ കാറോ ബസ്സുകളോ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അല്ലെങ്കിൽ പണ്ട് നമ്മൾ കപ്പലാണ്, വിമാനം വരുന്നതിന് മുമ്പ് കപ്പലാണ് യൂസ് ചെയ്തിരുന്നത്. 1 മാസമൊക്കെ എടുത്താണ് എനിക്ക് തോന്നുന്നു മറ്റ് രാജ്യങ്ങളിൽ ചെന്നെത്തിയിരുന്നത്. ആ ഒരു മാർഗ്ഗത്തിലേക്ക് ചിലപ്പോൾ തിരിച്ചു പോകുമോ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ജീവൻ മറ്റെന്തിനേക്കാളും വില മതിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിമാന കമ്പനികൾ തീർച്ചയായിട്ടും പുതിയ ഫ്ലൈറ്റുകൾ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ഇനിയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇനിയുള്ള വിമാനങ്ങൾ നിർമ്മിക്കട്ടെ. അതോടൊപ്പം തന്നെ എയർ ട്രാഫിക്കിൽ ഇരിക്കുന്നവരും അപകടങ്ങൾ ഉണ്ടാവാം, തീർച്ചയായിട്ടും തകരാറുകൾ സംഭവിക്കാം. പക്ഷേ അത് മാക്സിമം ജനങ്ങളുടെ ജീവൻ ഒരു 10 പേര് ട്രാവൽ ചെയ്യുന്നതിൽ ഒരു 5 പേരെങ്കിലും രക്ഷിക്കാനായാൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ വിമാനാപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാളെ പോലും രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. അതൊരു മാറ്റം ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.